എങ്ങോട്ടാ മുത്തശ്ശി? ആശുപത്രിയിലേക്ക്. എനിക്ക് പ്രഭാവതി ഒന്ന് കാണണം. തനിച്ചാണോ പോകുന്നത്? പിന്നല്ലാതെ, എനിക്കാരും ഇല്ലല്ലോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും. എന്നെ വിളിച്ചതാ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ ഒന്നിങ്ങി വന്നേ. മുത്തശ്ശി തനിച്ചു പോയാൽ ശരിയാവോ? അവിടെ ചെന്ന് വല്ല മണ്ടത്തരം എഴുന്നള്ളിച്ചല്ലോ. എന്ത് വിവരക്കേടെന്നാ പറഞ്ഞോട്ടെ, എന്നാലും എനിക്ക് കൂടെ പോകാൻ വയ്യ. എന്താണ് ഈ കുശൂശിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനും കൂടെ കേക്കപ്പറ. അല്ല, ചെന്നാലും കാണാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയുമായിരുന്നു മുത്തശ്ശി. ICUലല്ലേ, ആരും കാണിക്കില്ല. എന്റെ യാത്ര മുടക്കാൻ ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ എന്തായാലും പോവും. പ്രഭാവതിയെ കാണാൻ പറ്റിയില്ലെങ്കിലും ശരത്തുമോനെ കാണാമല്ലോ. എന്തുമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ടാവും എന്റെ കുട്ടി. എങ്ങനെ തോന്നി ആ ദുഷ്ടന് എന്റെ പ്രഭമോളെ ഇടിച്ചിടാൻ? ആരോടും ഒരു ദ്രോഹത്തിനും വരാത്ത ആളായിരുന്നില്ലേ പ്രഭമോള്? എന്നിട്ടും അവളോട് ഇങ്ങനെ ചെയ്തല്ലോ. സിദ്ധുവേട്ടനൊന്നും അല്ല മുത്തശ്ശി ഇതിന്റെ പിന്നില്. പിന്നെ ആരാ? നീയാണോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളാണ് സിദ്ധു എന്ന്? അവൻ പാവമായിരിക്കും, പക്ഷെ അവളങ്ങനല്ലല്ലോ. എടാ, നിന്റെ മരുമോള് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. പിന്നെ എന്തിനാടാ അവനെ പോലീസ് കൊണ്ടുപോയേ? മനോഹര, വെറുതെ രാവിലെ എന്നോട് വഴക്കിന് വരണ്ട. കെട്ടുകാഴ്ചകൾ ഓരോന്നോരോന്നായിട്ട് തകരാൻ തുടങ്ങുക. ആദ്യത്തെ പൊയ്മുഖം വീണ് കഴിഞ്ഞു. ഇനി അടുത്ത ഊഴ നിന്റെ മരുമോളുടെ. അതും വീഴുവടാ വൈകാതെ. നീ കണ്ടോ? മോളെ, സിദ്ധു നിരപരാധിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോ അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. എല്ലാം ശരിയാവും അച്ഛാ. അവസാന നിമിഷം എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കാതിരിക്കില്ല. എന്നായാലും സത്യം പുറത്തു വരും. മോള് വല്ലതും കഴിച്ചായിരുന്നു? സിദ്ധുവിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടരുതെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കും ഉണ്ട് നല്ല സങ്കടം. എന്ന് കരുതി ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മോളെ? ആരും ഇല്ലാത്തവർക്ക് ദൈവമാണ് തുണ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും മോളെ. സിദ്ധു എന്തായാലും മനസ്സുകൊണ്ട് പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. ഒരിക്കലുമില്ല അച്ഛ. എന്തോ ഒരു ചതി ഇതിനിടെ നടന്നിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. നമുക്കാർക്കെങ്കിലും ആണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ രക്ഷിച്ചെടുക്കാൻ സിദ്ധു മുന്നിട്ടിറങ്ങും. ഇതിപ്പോ ആ ഒരു സങ്കടം കൂടിയുണ്ട് എനിക്ക്. എനിക്ക് നല്ല ഉറപ്പുണ്ട് മോളെ, അധികാലം സത്യം എങ്ങനെ മൂടി വെക്കാൻ പറ്റില്ലെന്നോ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരും. അതെനിക്കും അറിയാം. പക്ഷേ ഇനിയിപ്പോ മുത്തശ്ശിക്ക് കുറ്റപ്പെടുത്തുന്ന പോലെ ചെന്നോട് മുടിക്കുന്നൊരു ചാതക്കാരിയാണോ ഞാൻ? ഈ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ? സിദ്ധുവിന്റെ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ? എന്റെ മോളെ, ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം പറയുന്ന കേട്ട് അതൊന്ന് മനസ്സിൽ വെക്കണ്ട. പിന്നെന്താ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അറിയില്ല മോളെ, ചിലപ്പോ ഈശ്വരന്മാര് നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും. ജനിച്ചു പോയില്ലേ, ചാകാൻ പറ്റത്തില്ലല്ലോ, എല്ലാം സഹിക്കണം. ഒരു കാര്യം മോളോർത്തു, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. അതോടെ സിദ്ധു നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു ദിവസത്തിന് വേണ്ടി അച്ഛൻ ഞാൻ കാത്തിരിക്കുന്ന. എത്രയും പെട്ടെന്ന് ആ നിമിഷം ഒന്ന് വന്നാൽ മതിയായിരുന്നു.
ഇന്നലെ രാത്രി വൈകിയാണ് വന്നതെന്ന് തോന്നുന്നു. ആ വൈകി. എവിടെ പോയാന്നൊക്കെ എനിക്കറിയാം. കൂട്ടുകാരനൊരു അപകടം ഉണ്ടാകുമ്പോൾ സഹായിക്കണം. അത് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കണം. കള്ളനും കൊലപാതകയ്ക്കും വേണ്ടി കോടതി കയറി ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനു പകരം സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. അതല്ലേ നല്ലത്. സിദ്ധാർത്ഥിനെ ഞാൻ സഹായിക്കാൻ പാടില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അതിനപ്പുറത്തേക്ക് വിഷയങ്ങൾ പോയാൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. എൻ്റെ ക്ലിനിക്കിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തൊരു സംഭവം സാറിന് ഓർമ്മയുണ്ടോ? അന്ന് എന്നെ രക്ഷിച്ചത് ഈ സിദ്ധാർത്ഥന. അന്ന് സിദ്ധാർത്ഥൻ സാറ് പറയുന്ന പോലെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ മയക്കുമരുന്ന് കേസിൽ അകത്താകുമായിരുന്നു. ഇങ്ങനെ ഉപദേശിക്കണമെങ്കിൽ സാറിന് സെൻട്രൽ ജയിലിലേക്ക് വരേണ്ടി വരുമായിരുന്നു. തർക്കിച്ച് തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതായിക്കോളൂ, ഞാൻ നിന്ന് തരാം. അതല്ല സാറേ, നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളെ രക്ഷിക്കണോ വേണ്ടയോ? രക്ഷിക്കണമെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാം. അതൊരു നല്ല ജീവിതമാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പിന്നെ നിനഞ്ഞിന് ഇഷ്ടമുള്ളതുപോലെ ആയിക്കോളൂ. തങ്കച്ചി ഈ വീട് തട്ടിയെടുത്തപ്പോൾ അത് അനുവദിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ് ധൈര്യം തന്നതും കേസ് നടത്തി ഈ വീടിൻ്റെ അവകാശം തിരിച്ചു വാങ്ങി തന്നതും ഈ പറയുന്ന സിദ്ധാർത്ഥൻ വക്കീല. അന്ന് കേസിന് പോകണ്ടെന്ന നിലപാടായിരുന്നു സാറിന് പോലും. പഴയതൊന്നും മറക്കുന്ന ശീലം എനിക്കില്ല സാറേ. അതുകൊണ്ട് സിദ്ധാർത്ഥിനെ ഞാൻ ഇനിയും സഹായിക്കും. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ തെറ്റ് ചെയ്തുവെന്ന്? ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനെന്താ അച്ഛാ പ്രസക്തി? പോലീസാണ് സിദ്ധോട്ടൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അത് തെളിയിക്കാനുള്ള തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. തെളിവുകളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്കിൽ അത് കോടതിയിൽ തെളിയിക്കണം. അതിന് നീ വേണം അവനെ സഹായിക്കാൻ. ഞാനോ? ഞാനൊരിക്കലും സിദ്ധോട്ടിന് വേണ്ടി കോടതിയിൽ ഹാജരാവില്ല. ഒന്നാമത് സിദ്ധോട്ടിന് എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല എന്റെ കഴിവിൽ ഒട്ടും വിശ്വാസവും ഇല്ല.